പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെ കാലങ്ങളായി 21 നൂറ്റാണ്ടുകളായി മനുഷ്യന്റെ അന്വേഷണവും ഏറെ ദൈവശാസ്ത്ര വിചിന്തന വിഷയവുമാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളത്. ക്രിസ്തുവിനെ സംബന്ധിച്ച് പഠിക്കുന്ന ആ ശാസ്ത്രശാഖയ്ക്ക് ക്രിസ്തുശാസ്ത്രം എന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ ക്രിസ്തുശാസ്ത്രം വികസിപ്പിച്ചെടുത്തത് പൗലോസ്ലീഹയാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. ഒരു യഹൂദന്റെ പ്രത്യേകത, അവൻ ഏക ദൈവ വിശ്വാസിയാണ്. ജീവൻ കൊടുത്തും ഏകദൈവ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുകയാണ് ഒരു യഹൂദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. എന്ത് വില കൊടുത്തും അതിന് വിരുദ്ധമായിട്ടുള്ള ആരുടെ പക്കൽ നിന്നുള്ള പഠിപ്പിക്കലായാലും അതിനെ ശക്തിയുക്തം എതിർക്കുന്ന ഒരു നിലപാടാണ് സാധാരണയായി ഒരു യഹൂദന് സ്വീകരിക്കാറുള്ളത്. തീർത്തും ഒരു യഹൂദ പശ്ചാത്തലമുള്ള പൗലോസ്, അതുമാത്രമല്ല യഹൂദ മതത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന അദ്ദേഹം കർത്താവിൻ്റെ ഇടപെടൽ കൊണ്ട് ക്രിസ്തു ശിഷ്യനായി മാറുകയാണ്. അങ്ങനെ മാറിയപ്പോൾ പൗലോസിന്റെ മനസ്സിലെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം, ക്രിസ്തുവിനെ ഞാൻ ആരായി സ്വീകരിക്കണമെന്നുള്ളതാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ച് അതുവരെ അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരുന്നതും പുതിയ വെളിപ്പാടുകളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കപ്പെടേണ്ടതായി വന്നു. ആരാണ് ക്രിസ്തു? ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ അംഗീകരിക്കുക? ന്യായപ്രമാണപ്രകാരം മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. ശാപഗ്രസ്തമായ മരണം വരിച്ച ഒരാളെ കർത്താവായി രക്ഷിതാവായി അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു യഹൂദ മനസാക്ഷിക്ക് ഉൾക്കൊള്ളാനാകാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ ആരായി യേശുവിനെ സ്വീകരിക്കണം? ഉത്തരം തേടി പൗലോസ് പോയത് മുൻ ശ്ലീഹന്മാരുടെ അടുത്തേക്കല്ല. അവരാരും ഈ വിഷയത്തിൽ പൗലോസിനെ പഠിപ്പിക്കാൻ പോന്ന അറിവുള്ളവരായിരുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് ദൈവസന്നിധിയിൽ തന്നെ കാത്തിരിക്കാൻ തീരുമാനിച്ചു. കർത്താവിങ്കിലും തനിക്ക് ചില വെളിപ്പാടുകൾ ഉണ്ടായി. അങ്ങനെ താൻ രൂപപ്പെടുത്തിയെടുത്തതാണ് ക്രിസ്തുശാസ്ത്രം. എന്താണ് പൗലോസിന്റെ ക്രിസ്തുശാസ്ത്രത്തിന്റെ പ്രത്യേകത? അതിൽ ക്രിസ്തു ആരാണ്? കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ സകലവും സൃഷ്ടിക്കപ്പെട്ടത് ക്രിസ്തു മുഖാന്തരമാണ്. അപ്പൊ ക്രിസ്തുവിനെ സൃഷ്ടിതാവിന്റെ റോളിലേക്ക് കൊലോസ്യ ലേഖനം അവതരിപ്പിക്കുകയാണ്. യോഹന്നാൻ പറഞ്ഞ വാക്കുമായി ഇതിന് ബന്ധമുണ്ട്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവൻ മുഖാന്തരവും അവനായിട്ടുമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ സൃഷ്ടി എന്ന ആ വലിയ കർമ്മത്തിൽ ക്രിസ്തുവിന്റെ പങ്കാളിത്തം ഈ വാക്കുകളിലൂടെ നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. 2, തന്റെ ദൈവികതയെ സംബന്ധിച്ചാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന്റെ സമ്പൂർണത നിങ്ങൾ തിരക്കുക. ആ തിരക്കുന്ന സമ്പൂർണത മുഴുവൻ യേശുവിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും.
കേവലം മനുഷ്യനായിരുന്നുവെങ്കിൽ അത് പറയാനാവില്ല. ഇനി അത് മാത്രമല്ല, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന കാര്യം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ആ വാക്യത്തിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യം താൻ ഏത് ഫോമിലായിരുന്നു, ആ പൂർവാസ്തിക്യത്തെ വെടിഞ്ഞ് ദാസനായി മനുഷ്യനായി താഴേക്കിറങ്ങിയതാണ് ഇവിടെ ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ ഭൂമിയിൽ വന്ന യേശു ക്രിസ്തു അതിനു മുമ്പ് ആരായിരുന്നു എന്നീ വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇനി അതുകൂടാതെ പിതാവായ ദൈവം പുത്രനെ എങ്ങനെ വിളിക്കുന്നു എന്നുള്ളതാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതാ എൻ്റെ ദാസൻ എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേ പിതാവ് തന്നെ പുത്രനെ ദൈവമേ എന്നും വിളിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യവും 9-ാം വാക്യവും 45-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള കൊട്ടേഷനാണ്. അതിൽ പറയുന്നു, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അതിനു മുമ്പ് എഴുതിയിരിക്കുകയാണ് പുത്രനോട് പിതാവ് പറയുകയാണ്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. 9-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമേ എൻ്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. 2 പ്രാവശ്യമാണ് 45-ാം സങ്കീർത്തനത്തിലെ ആ വാക്യത്തെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഈ 2 വാക്യത്തിലും പുത്രനെ പിതാവ് വിളിക്കുന്നത് ദൈവമേ എന്നാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസത്തെ അവർ വിട്ടുകളയാനോ അതിൽ വെള്ളം ചേർക്കാനോ തയ്യാറല്ലാതിരിക്കെ ഇതിന്റെ എഴുത്തുകാരനായ പൗലോസിന് എങ്ങനെ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പുത്രന്റെ ദൈവീകതയെ ഉറപ്പിക്കാൻ കഴിയും? ദൈവമായതുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് ട്രിനിറ്റേറിയൻ ആശയത്തെ നമ്മൾ പുറത്തെടുക്കേണ്ടത്. എന്നാൽ ഈ ക്ലിപ്പിൽ നമ്മൾ ട്രിനിറ്റിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ക്രിസ്തു ആര് എന്നുള്ളതിന് പൗലോസിന്റെ ക്രിസ്റ്റോളജിക്കൽ നിലപാടുകളിലെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നിയമത്തിൽ 14ഓളം ലേഖനങ്ങൾ എഴുതി നൽകിയ പൗലോസ് ശ്ലീഹ ഈ കാര്യത്തെക്കുറിച്ച് പല ലേഖനങ്ങളിലും എന്തെഴുതിയിരിക്കുന്നുവെന്ന് നാം അത് വായിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ദൈവപുത്രനാണ്, ദാസനാണ്, മനുഷ്യവേഷം ധരിച്ചവനാണ്. എന്നാൽ പൂർവാസ്തിക്യത്തിൽ താൻ എന്തായിരുന്നോ ആ സ്ഥാനത്തിന് ഒരിക്കലും മാറ്റമില്ല. അവിടെ പിതാവ് പുത്രനെ വിളിക്കുകയാണ്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. ദൈവമേ നിന്നെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ക്രിസ്തുവിന്റെ ദൈവീകതയെ അരക്കിട്ടുറപ്പിക്കുന്ന വേദഭാഗങ്ങളാണ്. പൗലോസിന്റെ ക്രിസ്തുശാസ്ത്രത്തിൽ ക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല, ദൂതന്മാരിലെ ഒരാളല്ല. പൗലോസിന്റെ ക്രിസ്തുശാസ്ത്രത്തിൽ പുത്രനായ ക്രിസ്തു ദൈവത്വമുള്ളവനാണെന്ന് വ്യക്തമായി ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഇതിനെ നിരസിച്ചുകൊണ്ടല്ല, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ പഠനങ്ങൾ മുമ്പോട്ട് പോകാൻ. തീർച്ചയായും അങ്ങനെയുള്ള പഠനങ്ങളിലേക്ക് നമ്മെ നയിക്കാൻ ഇത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.